ഈ വർഷം MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് ESIയുടെ പരിധിയിൽ വരുന്ന, അതായത് ESIയുടെ റിസർവേഷനുള്ള പേരൻസിൻ്റെ കുട്ടികൾക്ക്, അതായത് വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ, അതിൻ്റെ അതായത് IP കോട്ട എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള റിസർവേഷനുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള, അതായത് ഈ IP സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എന്താ ESI എന്ന് ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിലർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താ ESI എന്ന്. ESI എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ആ സ്കീമിൽ വരുന്നവർ മാത്രം ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇതെല്ലാവർക്കും ബാധകമല്ല. ESIയുടെ പരിധിയിൽ വരുന്ന പേരൻസ്, അപ്പോൾ അതായത് നിങ്ങൾക്ക് ഒരു ESIയുടെ ID കാർഡും അതേപോലെ നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ESIയിൽ പരിധിയിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ID കാർഡും ESIയുടെ പരിധിയിൽ വരുന്നവരുമാണെങ്കിൽ മാത്രം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് മാത്രമാണ് ഈ റിസർവേഷൻ. അതിലെ സീറ്റ് നോക്കുക. MBBSന് ഏകദേശം 466 സീറ്റ് ഓൾ ഇന്ത്യ തലത്തിൽ അവൈലബിൾ ആണ്. അതായത് ഹരിയാനയിൽ 43 സീറ്റ്, വെസ്റ്റ് ബംഗാളിൽ 65 സീറ്റ്, തമിഴ്നാട്ടിൽ KK നഗറിൽ 30 സീറ്റ്, അതേപോലെ കർണാടകത്തിൽ 68 സീറ്റ്, രാജാജി നഗറിൽ, ഗുൽബർഗയിൽ 68 സീറ്റ്, ഹൈദരാബാദ് 43 സീറ്റ്, രാജസ്ഥാനിൽ 20 സീറ്റ്, പാറ്റ്നയിൽ 35 സീറ്റ്, കോയമ്പത്തൂർ 20 സീറ്റ്, അതേപോലെ ഹിമാചൽ പ്രദേശ് മാണ്ടിയിൽ 36 സീറ്റ്, കേരളത്തിൽ കൊല്ലം പാരിപ്പള്ളിയിൽ 38 സീറ്റ്. കേരളത്തിൽ ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 38 സീറ്റ് മാത്രമാണ്, ബാക്കിയൊക്കെ കേരളത്തിന് വെളിയിലാണ്. ഇങ്ങനെ ആകെ 466 MBBS സീറ്റുകൾക്കാണ് ഈ റിസർവേഷൻ ഉള്ളത്. ഇതുകൂടാതെ BDS ഉണ്ട്, PSc നഴ്സിംഗും ഉണ്ട്. MBBSന് ഈ 466 സീറ്റ് അവൈലബിൾ ആണ്. ഇനി BDS ആണെങ്കിൽ BDSന് ഗുൽബർഗയിലുള്ള മെഡിക്കൽ കോളേജിൽ 28 സീറ്റാണ് റിസർവേഷൻ. ഇനി BSc നഴ്സിംഗ് ആണെങ്കിൽ ബംഗളൂരുവിൽ, അതായത് ഇന്ദിരാനഗറിലുള്ള കോളേജിൽ 30 സീറ്റും, ESIയുടെ കോളേജിൽ 30 സീറ്റും, അതേപോലെ ഗുൽബർഗയിൽ 30 സീറ്റും, അങ്ങനെ 60 സീറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 460ഓളം സീറ്റ് MBBSനും, 28 സീറ്റ് BDSനും, 60 സീറ്റ് BSc നഴ്സിംഗിനുമാണ്. ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതാ ഇവിടെ ഹൗ ടു അപ്ലൈ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആദ്യം ഒരു IP സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ടതുണ്ട്. ഈ IP സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾ ESIയുടെ സൈറ്റിൽ കയറുക. അതായത് ഇതാണ് സൈറ്റ്, esic.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. അതിലൊരു ലിങ്ക് ഉണ്ടാവും, വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് അപ്ലൈ ഫോർ വാർഡ് ഓഫ് IP എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ് വരുമെന്ന് ചോദിച്ചാൽ കുട്ടിയുടെയും അതേപോലെ ആരുടെ പേരിലാണ് ഇൻഷുറൻസ്, വാർഡ് ഓഫ് IP എന്ന് പറയുമ്പോൾ കുട്ടി വരും, ഇൻഷുർഡ് പേഴ്സൺ ആർക്കാണ് ആ ഇൻഷുറൻസ് ഉള്ളത് അവരുടെ ഫോട്ടോയും, രണ്ടുപേരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അത് 50 GB, 5 KB തുടങ്ങി 50 GB ഉള്ളിൽ സൈസ് നിൽക്കണം. അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് കുട്ടിയുടേത് കൊടുക്കണം. നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് അത് വരുമ്പോഴത്തേക്കുമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുക. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അഫിഡവിറ്റ്, കുട്ടിയുടെയും അതേപോലെ ഇൻഷുർഡ് പേഴ്സൻ്റെയും രണ്ടുപേരുടെയും അഫിഡവിറ്റ്, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെരിഫിക്കേഷന് ശേഷം ഒരു വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ്, അതായത് ഈ IP സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഈ പറയുന്ന സമയത്തിനുള്ളിൽ, അതായത് ഞാനിപ്പോൾ ഡേറ്റ് ഇപ്പോൾ പറയാം, അതിനുള്ളിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം MCCയുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ESIയുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു IP സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഈ IP സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് അന്ന് പരിഗണിക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. പിന്നീട് സമയം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാറില്ല. ഇനി ഡേറ്റ് നോക്കുക. ഈ ഏപ്രിൽ 25-ാം തീയതി അത് ആക്ടിവേറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 25-ാം തീയതി ഇതുവരെ ഇപ്പോൾ നിലവിൽ ഇന്ന് വരെ അത് ആക്റ്റീവായി കാണുന്നില്ല. 27-ാം തീയതിയായി. അപ്പോൾ ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇനി അഡ്മിറ്റ് കാർഡൂടെ വന്നിട്ട് ബാക്കി ചെയ്താലും മതി. എന്നുവരെ സമയമുണ്ടെന്ന് ചോദിച്ചാൽ 12-ാം തീയതി വരെ. ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് നീറ്റിൻ്റെ എക്സാമിന് ശേഷമാണെങ്കിലും ഇത് ചെയ്യാം. 5-ാം തീയതി എക്സാമാണ്, അതിനുശേഷം തിരക്ക് പിടിക്കണമെന്നില്ല. 12-ാം തീയതിക്ക് ചെയ്താലും മതി, 12-ാം തീയതിക്ക് മുമ്പ് ചെയ്യണം. എന്നിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 15-ാം തീയതിക്ക് മുമ്പ് ഇഷ്യൂ ആവും. ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് വാർഡ് ഓഫ് IP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും. ഇനി ബൈ ചാൻസ് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം. ഇപ്പം നിലവിൽ അവർ പറഞ്ഞിരിക്കുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് ഈ പറഞ്ഞതാണ്. അപ്ലൈ ചെയ്യേണ്ട സമയം 12-ാം തീയതി, മെയ് 12-ന് മുമ്പ് അപ്ലൈ ചെയ്യണം. മെയ് 15-ന് മുമ്പ് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങുകയും വേണം. ഇതിലെ ഫീസിൻ്റെ ഡീറ്റെയിൽ നോക്കുക. നിങ്ങൾക്ക് MBBSന് ട്യൂഷൻ ഫീ 24,000 രൂപയാണ്. കോളേജ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5,000 ആണ്. യൂണിവേഴ്സിറ്റി ഫീയും ഹോസ്റ്റൽ ചാർജും മെസ്സ് ഡെപ്പോസിറ്റും മെസ് ചാർജും ഒക്കെ ഡിപ്പെൻഡ്, കോളേജിനനുസരിച്ച് മാറും. അപ്പോൾ വലിയ ഫീസിൽ വേരിയേഷൻ ഒന്നും വരുന്നില്ല, ചെറിയ ഫീസ് തന്നെയേ വരുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിനു മുമ്പ്
അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം വാർഡ് ഓഫ് IP എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കുക. എങ്കിൽ മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് ഇത് റിസർവേഷന് വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓൾമോസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.